ട്രേഡിംഗ് മീഡിയയുടെ വീക്കിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡൗ ജോൺസ് 40 പോയിന്റും S&P 17 പോയിന്റും നസ്ഡാക്ക് 143 പോയിന്റും പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ മാർക്കറ്റ് നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നു. ഗൾഫ് നിഫ്റ്റിയും 96 പോയിന്റ് നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മിക്കവാറും ഒരു ഡൗൺ ട്രെൻഡിനുള്ള സാധ്യത, ഒരു ഗ്യാപ് ഡൗണിനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോകാം. ഡേ ക്യാൻഡിൽ വീക്കിലി ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്ത അതേ ക്യാൻഡിലിൽ തന്നെയാണ് ഈ ആഴ്ചയും വീക്കിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയും ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിലായിരുന്നു. ഇന്നലെയും ക്ലോസ് ചെയ്തിരിക്കുന്നത് മാർക്കറ്റ് ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്, വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഫുള്ള് കഴിഞ്ഞ വീക്കിലി അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഓൾ ടൈം ഹൈക്കുള്ള സാധ്യത ഒരിക്കലും പറഞ്ഞിട്ടില്ല. മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിനുള്ള സാധ്യത, വീണ്ടും മാർക്കറ്റ് ആ ഒരു ടോപ്പിലോട്ട് പോയെങ്കിലും കഴിഞ്ഞ ആഴ്ചത്തെ, അതായത് ഇക്കഴിഞ്ഞല്ല അതിൻ്റെ മുന്നിലത്തെ ആഴ്ചത്തെ ആ ഒരു ഹൈയിൽ തന്നെ മാർക്കറ്റ് പോയിട്ട് വീണ്ടും അവിടെ നിന്ന് കഴിഞ്ഞ ആഴ്ച വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ വന്നു. അപ്പോൾ ഈ രണ്ട് ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ആഴ്ചയായിട്ട് സെയിം സോണിൽ, സെയിം ഏരിയയിൽ തന്നെയാണ് മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ വരുന്നത്. നമുക്ക് ഇന്നലെ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്ന വീക്കിലി ക്യാൻഡിലും വന്നിരിക്കുന്ന ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിലാണ്. നമ്മുടെ ഗ്രൂപ്പിൽ ഈ ഒരു ക്യാൻഡിലിനെ കുറിച്ച് രണ്ടോ മൂന്നോ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ ക്യാൻഡിലിൻ്റെ പേരെന്ന് പറയുന്നത്, ഈ ഒരു വീക്കിലി ക്യാൻഡിൽ ഇപ്പം അവസാനം ക്ലോസ് ചെയ്തിരിക്കുന്ന ഈ ഒരു വീക്കിലി ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇൻവെർട്ടഡ് ഹാമർ ക്യാൻഡിൽ എന്നും പറയും, ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽ എന്നും പറയും. ക്യാൻഡിലിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് സെയിം ആണ്. സെയിം ക്യാൻഡിൽ തന്നെയാണ് രണ്ട് പേരിൽ അറിയപ്പെടുന്നത്. ഈ ഒരു ക്യാൻഡിൽ തന്നെ ഇതിപ്പം ഗ്രീൻ കളറിൽ വന്നു കഴിഞ്ഞാലും സെയിം പേര് തന്നെയാണ്. ഷൂട്ടിംഗ് സ്റ്റാർ എന്നും വിളിക്കും, ഇൻവെർട്ടഡ് ഹാമർ എന്ന് വിളിക്കും. പക്ഷേ ആ ഹാമർ വരുന്ന സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഒരു ക്യാൻഡിൽ ടോപ്പിലാണ് വരുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ മാർക്കറ്റ് വന്നിരിക്കുന്നത് ടോപ്പിലാണ് ഇല്ലേ, മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിൽ നിന്ന് മുകളിലോട്ട് പോയി മുകളിൽ വന്നിരിക്കുന്നത് ടോപ്പിലാണ് വന്നിരിക്കുന്നത്. ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ, ഈ ക്യാൻഡിൽ ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ അതിനെ ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് വിളിക്കും. ഇനി ഇതേ ക്യാൻഡിൽ തന്നെ റെഡ് കളറോ അല്ലെങ്കിൽ ഗ്രീൻ കളറിലോ താഴെ ബോട്ടത്തിലാണ് വരുന്നതെങ്കിൽ, സെയിം ക്യാൻഡിൽ ബോട്ടത്തിൽ വരികയാണെങ്കിലാണ് അതിനെ ഇൻവെർട്ടഡ് ഹാമർ എന്ന് വിളിക്കുക. സെയിം ക്യാൻഡിൽ ടോപ്പിൽ വരികയാണെന്നുണ്ടെങ്കിൽ, കളർ ഒരു പ്രശ്നമല്ല. ടോപ്പിൽ ഇപ്പം വന്നിരിക്കുന്നത് നമുക്ക് റെഡ് ക്യാൻഡിലാണ്, അത് ഗ്രീൻ ക്യാൻഡിലായിരുന്നാൽ, ഇതിൻ്റെ ബോഡി ഒരു ഗ്രീൻ ആയിരുന്നാൽ തന്നെയും അതിനെ നമ്മൾ ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് വിളിക്കും. റെഡ് ആണെങ്കിൽ പോലും അത് ഷൂട്ടിംഗ് സ്റ്റാർ തന്നെയാണ്. പക്ഷേ അത് വരുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ്. അത് ടോപ്പിൽ വന്നതുകൊണ്ടാണ് ഇതിനെ ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് വിളിക്കുന്നത്. താഴെയാണ് വന്നിരുന്നെങ്കിൽ, അതായത് മാർക്കറ്റ് നമുക്ക് ഇവിടെ നിന്ന് താഴോട്ട് വന്നിട്ട് തിരിച്ചു കയറുന്ന സമയത്ത് സെയിം ക്യാൻഡിൽ, ഇതേ സെയിം ക്യാൻഡിൽ താഴെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ ഇൻവെർട്ടഡ് ഹാമർ എന്ന് വിളിക്കും. അപ്പം ക്യാൻഡിൽ കാണുമ്പം സെയിം ക്യാൻഡിലാണ്, പക്ഷേ പേര് വ്യത്യാസം വരുന്നത് അതിരിക്കുന്ന പൊസിഷൻ അനുസരിച്ചാണ് ആ ക്യാൻഡിലിൻ്റെ വ്യത്യാസം വരുന്നത്. കഴിഞ്ഞ ആഴ്ച എനിക്ക് തോന്നുന്നു, കഴിഞ്ഞ ആഴ്ചത്തെ ക്യാൻഡിലും വീക്കിലി ക്യാൻഡിലും ഷൂട്ടിംഗ് സ്റ്റാർ ആയിരുന്നു. എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ പറഞ്ഞത് മാറിപ്പോയി, പിന്നെ വീഡിയോ കണ്ടപ്പോഴാണ് ആ ഒരു തെറ്റ് മനസ്സിലായത്. എനിക്ക് തോന്നുന്നു അന്ന് വേറെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിലാണ്. ഓക്കെ, നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോകാം. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 2 ദിവസവും ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് സെല്ലിംഗ് പ്രഷറാണ്. ഇതിൽ 2 പാറ്റേൺ വന്നിട്ടുണ്ട്. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പാറ്റേൺ വന്നിട്ടുണ്ട്. ഒന്ന് ഡബിൾ ടോപ്പാണ്. ഈ ഒരു ലെവലിൽ ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ലേ, മാർക്കറ്റ് താഴോട്ട് വന്നു തിരിച്ചു കയറി സെയിം ടോപ്പിൽ നിന്നാണ് മാർക്കറ്റിലൊരു സെല്ലിംഗ് പ്രഷർ വന്നിരിക്കുന്നത്. ഇനി അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ ബോട്ടവും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ, മാർക്കറ്റ് ഇറങ്ങി വന്നു, ഇവിടെ നിന്ന് തിരിച്ചു കയറി ഇവിടെ വന്നു, വീണ്ടും ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് അവിടെ നിന്നൊരു ബ്രേക്ക്ഔട്ടിനുള്ള സാധ്യതയോ അല്ലെങ്കിൽ റിവേഴ്സിനുള്ള സാധ്യതയുണ്ട്. കൃത്യമായിട്ടൊരു സപ്പോർട്ട് ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. കഴിഞ്ഞ വീക്കിലി അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, താഴോട്ട് 25
669, 670 ലെവൽ, അതായത് ഈ ഒരു ടോപ്പ് മാർക്കറ്റ് അടുത്തൊരു സ്ട്രോങ് സപ്പോർട്ടായിരിക്കും. ഇത് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രം താഴോട്ട് നോക്കിയാൽ മതി. ഇനി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ റെസിസ്റ്റൻസ് ആയിരുന്നു, ഇവിടെ റെസിസ്റ്റൻസ് ആയിരുന്നു. ഇത് ബ്രേക്കൗട്ട് കിട്ടി, വീണ്ടും താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടി. അപ്പം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ഫേക്ക് ബ്രേക്കൗട്ടാണ്. മുകളിലോട്ട് മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് കാണിച്ചു. എല്ലാവരും പറഞ്ഞു മാർക്കറ്റ് ഓൾ ടൈം ഹൈ അടിക്കുമെന്ന്. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് ബയേഴ്സിനെ ഒരു ട്രാപ്പിലാക്കിയിട്ടാണ് മാർക്കറ്റ് ഒരു ഫേക്ക് ബ്രേക്കൗട്ട് ഒരാഴ്ചയോളം നിലനിന്നിട്ടാണ് മാർക്കറ്റ് താഴോട്ട് വന്നിരിക്കുന്നത്. വീണ്ടും മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടാം. സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്തുകൊണ്ട് മാർക്കറ്റിന് വീണ്ടും മുകളിലോട്ടൊരു ബ്രേക്കൗട്ട് കിട്ടാം. എങ്കിലും കൃത്യമായിട്ട് ലെവൽസ് നോക്കുക. മാർക്കറ്റിൽ ഇനി മുകളിലോട്ട് മാർക്കറ്റ് ഈ ഒരു ലെവല്, ഈ ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ ട്രിപ്പിൾ ടോപ്പ് ആവാം. മാർക്കറ്റ് എപ്പോഴാണോ ഈ ഒരു ലെവല് ബ്രേക്കൗട്ട് കിട്ടുന്നത്, ഈ ഒരു ഡബിൾ ടോപ്പ് ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 27,000 വരയ്ക്കും മാർക്കറ്റിൽ ഒരു അപ്പ് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. എപ്പോഴാണ് ഈ ഒരു ഡബിൾ ടോപ്പ് ബ്രേക്കൗട്ട് കിട്ടി മുകളിലോട്ട് പോകണം. ഇത് ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ലൊരു റാലി പ്രതീക്ഷിക്കാം. കാരണം സെല്ലിംഗ് പ്രഷർ വന്നിരിക്കുന്നത് പ്രീവിയസ് ഓൾ ടൈം ഹൈയുടെ സെയിം ലെവലിലാണ് സെല്ലിംഗ് പ്രഷർ വന്നിരിക്കുന്നത്. അവിടെ ഇപ്പോഴും സെല്ലേഴ്സ് സ്ട്രോങ് ആണ്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് അവിടെ സെല്ലേഴ്സ് സ്ട്രോങ് ആയതിൻ്റെ ഫലമായിട്ടാണ് മാർക്കറ്റ് താഴോട്ട് 2 ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എപ്പോഴാണോ ഈ ഒരു സെല്ലിംഗ് പ്രഷർ ഏരിയ ബ്രേക്കൗട്ട് കിട്ടുന്നത്, മാർക്കറ്റ് അവിടെ നിന്നൊരു 27,000 വരേക്കുള്ള ഒരു റാലി പ്രതീക്ഷിക്കാം. താഴോട്ട് ഈ ഒരു ബോട്ടം, അതായത് നമുക്കിപ്പം ഡേ ക്യാൻഡിൽ വന്നിരിക്കുന്ന ആ ഒരു ഡബിൾ ബോട്ടം എപ്പോഴാണോ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുന്നത്, ഈ ഒരു ലെവല് നമുക്ക് ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് കഴിഞ്ഞ ആഴ്ച വരച്ചിട്ടുള്ള 25,670 ലെവൽ എടുക്കാം. 25,670 എപ്പോഴാണോ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുന്നത്, കഴിഞ്ഞ ആഴ്ച നമ്മൾ വരച്ചിട്ടുള്ള ഈ ഒരു ഫിബ് ലെവൽ, മാർക്കറ്റ് ഈ ഒരു ഫിബ് ലെവലിലോട്ട് വരാൻ സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ളത് താഴോട്ട് ഫിബ് ലെവലിലാണ്. കഴിഞ്ഞ വീക്കിലി അനാലിസിസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന സമയത്ത് ഒരു ഹെൽത്തി മാർക്കറ്റ് ആകണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴെ വന്ന് ഒരു റീട്രേസ്മെൻ്റ് എടുത്തിട്ട് പോയാൽ മാത്രമേ മാർക്കറ്റ് സ്ട്രോങ് ആവത്തുള്ളൂ, മുകളിലോട്ട് ഒരു റാലിയും പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഈ ഒരു സെല്ലേഴ്സിൻ്റെ ഒരു ഏരിയ ബ്രേക്കൗട്ട് കിട്ടാനും സാധ്യതയുള്ളൂ. മാർക്കറ്റ് എന്തായാലും അപ്പോൾ താഴെ വന്ന് ഒരു റീട്രേസ്മെൻ്റ് എടുത്ത് മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ അപ് ട്രെൻഡിൻ്റെ പാറ്റേണും നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. എന്താണ് അപ് ട്രെൻഡിൻ്റെ പാറ്റേൺ? ഇവിടെ നിന്ന് ലോ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അടുത്തൊരു ഹയർ ലോ വന്നു, ഹയർ ഹൈ വന്നു, ഹയർ ലോ വന്നു, ഹയർ ഹൈ വന്നു. അടുത്ത് നമുക്കിനി വേണ്ടതൊരു ഹയർ ലോയാണ്. ആ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഫിബ് വരച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫിബിൻ്റെ ലെവൽ എന്ന് പറയുന്നത് 25,182 തൊട്ട് 25,359 വരേക്കാണ്. മാർക്കറ്റ് ഫ്യൂച്ചേഴ്സൊക്കെ ബൈ ചെയ്യാൻ പ്രതീക്ഷിക്കുന്നവർ ഇതുവരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. മാർക്കറ്റ് ഈ ഒരു ലെവലിലോട്ട് ഇറങ്ങി വരാതെ മുകളിലോട്ട് കയറത്തില്ല. ബയേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ബയേഴ്സ് ഇപ്പോൾ ബൈ ചെയ്യാൻ നിൽക്കരുത്. ക്ലിയർ ആയിട്ട് ഒരു അപ് ട്രെൻഡ് കിട്ടണം. ക്ലിയർ ആയിട്ട് അപ് ട്രെൻഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 2 ഓപ്ഷൻ എന്ന് പറയുന്നത് ഫ്യൂച്ചേഴ്സ് ബൈ ചെയ്യുന്നവരുടത്താണ്, അല്ലെങ്കിൽ നിഫ്റ്റി 50 സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കാത്തിരിക്കുന്നവരുടെ ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. തിങ്കളാഴ്ചത്തെ മാർക്കറ്റ് ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു ഗ്യാപ് ഡൗൺ പ്രതീക്ഷിക്കാം. വേൾഡ് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് അനുസരിച്ച് ഒരു ഗ്യാപ് ഡൗണിനാണ് സാധ്യത. മാർക്കറ്റ് ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റിൻ്റെ ക്ലോസിങ് ഒരു ഹാമർ ഗ്രീൻ ക്യാൻഡിലാണ് എന്നുണ്ടെങ്കിൽ, ഹാമർ ഗ്രീൻ ക്യാൻഡിൽ എന്ന് പറയുന്നത് താഴെ വിക്കും മുകളിൽ ബോഡിയും. അപ്പം ഒരു ഹാമർ ക്യാൻഡിൽ ക്ലോസിങ് വെള്ളിയാഴ്ചത്തെ ക്യാൻഡിലിൻ്റെ മുകളിൽ, ബോട്ടത്തിൻ്റെ മുകളിൽ ഒരു ഹാമർ ക്യാൻഡിൽ ക്ലോസിങ് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്നൊരു ബൈയിങ് പ്രഷർ എടുത്തുകൊണ്ട് മുകളിലോട്ട് കയറാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഒന്നാമത്തെ സാധ്യത. രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് താഴോട്ട് 25,650 താഴെ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ റെഡ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇതുവരെ എത്തുന്നതായിരിക്കും വെയിറ്റ് ചെയ്യുക.
മനസ്സിലായില്ലേ? അപ്പോൾ മൺഡേ ക്ലോസിംഗ് നോക്കുക. ഡേ ക്യാൻഡിൽ ഒരു ഹാമർ ക്യാൻഡിൽ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിലോട്ട് ബൈ ചെയ്യാം. അല്ല താഴോട്ടാണ് എന്നുണ്ടെങ്കിൽ ബയേഴ്സ് ഇതുവരെ വെയിറ്റ് ചെയ്യുക. ഈ ഒരു റീട്രേസ്മെൻറ്റ് ഏരിയ വരയ്ക്കും 25,100 ലെവൽ വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങി വന്നിട്ടേ മാർക്കറ്റ് റീട്രേസ്മെൻറ്റ് ചെയ്ത് കയറത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ നോക്കുക. ഇവിടെ നിന്ന് താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ട്രെൻഡ് ലൈനും പിന്നെ നമ്മുടെ ഈ ഒരു ഫിബ് വരുന്ന ഈ ഒരു ലെവലും ഇവിടെ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് മുകളിലോട്ട് ബൈ ചെയ്യാം. 27,000 വരയ്ക്കും, ചിലപ്പോൾ ഡിസംബർ 1 മുന്നേ 27,000 വരയ്ക്കും മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. താഴോട്ട് ഇവിടെ നിന്നൊരു റീട്രേസ്മെൻ്റ് എടുത്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ. നമുക്ക് ഡേറ്റയിലോട്ട് പോവാം. ഡേറ്റ വെള്ളിയാഴ്ച സ്റ്റോക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ FAS വളരെ സ്ട്രോങ് സെല്ലിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. ഏകദേശം 6,769 കോടിക്ക് സെല്ലിംഗ് നടന്നിട്ടുണ്ട്. സ്റ്റോക്കിൽ സെല്ല് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ DAS 7,068 കോടിക്ക് സ്റ്റോക്ക് ബൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് 15 മിനിറ്റ്സിൻ്റെ ലെവൽസ് നോക്കാം. 15 മിനിറ്റ്സിൽ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു നമ്മൾ ഗ്രൂപ്പിൽ നമ്മൾ കഴിഞ്ഞൊരു 4-5 ദിവസമായിട്ട് പ്രീ മാർക്കറ്റ് ചെയ്യുന്നിട്ടില്ലായിരുന്നു. ചെറിയൊരു മരണമായിരുന്നു വീട്ടിൽ, അതുകൊണ്ടാണ് നമ്മൾ പ്രീ മാർക്കറ്റ് ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ കൊടുത്ത ലെവൽസ് ആയിരുന്നു. ഓക്കെ, ഈ ഒരു ട്രെൻഡ് ലൈൻ അന്ന് ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഈ ഒരു ട്രെൻഡ് ലൈൻ താഴോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നു വ്യാഴാഴ്ച പറഞ്ഞതാണ്, താഴോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,800 25,700 വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ടെന്ന്. വ്യാഴാഴ്ച ബ്രേക്ക് ഔട്ട് കിട്ടിയെങ്കിലും വെള്ളിയാഴ്ച റീടെസ്റ്റ് ചെയ്ത് ആ ഒരു സപ്പോർട്ട് പിന്നെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് താഴോട്ട് വീണു. അപ്പോൾ അവിടെ നിന്നൊരു ക്ലിയർ ഡൗൺ ട്രെൻഡ് ആണ്. കാരണം പ്രൈസ് ആക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് കിട്ടിയതോടുകൂടി ഒരു ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ വന്നു. കാരണം ഈ ഒരു ഹൈ കഴിഞ്ഞിട്ട് താഴോട്ട് വന്നു, ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു. ചെറിയൊരു അപ് ട്രെൻഡ് ഇവിടെ നിന്ന് കാണിച്ചു മാർക്കറ്റിൽ അല്ലേ. അടുത്ത് ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇപ്പം നമുക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ഈ ഒരു ലോയ്ക്ക് താഴെയാണ് ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം മാർക്കറ്റ് ഇനിയൊരു ഡൗൺ ട്രെൻഡാണ്. പ്രൈസ് ആക്ഷൻ അനുസരിച്ച് ട്രെൻഡ് മാറാണ്ട് നമുക്കിനി അടുത്തൊരു അപ് ട്രെൻഡിലോട്ട് പോകാൻ പറ്റത്തില്ല. ഇനിയിപ്പം അപ് ട്രെൻഡിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈക്ക് മുകളിൽ 25,950 മുകളിൽ ഹൈ ക്രിയേറ്റ് ചെയ്യണം. എന്നാൽ ഇതിന് മുകളിലൊരു ഹയർ ഹൈ വരത്തുള്ളൂ. അല്ല ഇവിടെ നിന്ന് ഇനിയിപ്പം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് അടുത്തൊരു ലോവർ ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തിട്ട് താഴോട്ട് വരുന്നതെങ്കിൽ മാർക്കറ്റിൽ ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും. നമുക്ക് പ്രധാനപ്പെട്ട ലെവൽസ് എന്ന് പറയുന്നത് മുകളിലോട്ട് 25,820 മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടണം. 25,820 മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ മാത്രമേ മുകളിലോട്ട് ഒരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. ടാർഗറ്റ് വരുന്നത് 25,900 വരയ്ക്കും ടാർഗറ്റ് വയ്ക്കാം. 25,920 ടാർഗറ്റ് വയ്ക്കാം. മുകളിലോട്ട് 25,820 15 മിനിറ്റിൽ ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. കാരണം 25,820 ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഇതിൻ്റെ മുകളിലൊരു ഹൈ ക്രിയേറ്റ് ചെയ്യും. പിന്നെ മാർക്കറ്റ് ഹയർ ലോയിൽ ഫോർമേഷനിൽ മുകളിലോട്ട് പോകും. അപ്പം 25,820 മുകളിൽ ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ മാത്രം മുകളിലോട്ട് എൻട്രി നോക്കാം. താഴോട്ട് വെള്ളിയാഴ്ചത്തെ ലോ ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇതിന് താഴെയാണ് 15 മിനിറ്റിൽ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുന്നതെങ്കിൽ 25,710 താഴോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴെ 25,600 വരയ്ക്കും ഈ ഒരു ലെവൽ 625 വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങി വരാം. 625 അത് കഴിഞ്ഞാൽ വരുന്ന ലെവലെന്ന് പറയുന്നത് 25,500 ഈ ഒരു ക്യാൻഡലിൻ്റെ ലോ. ഓക്കെ,
അപ്പം താഴോട്ടുള്ള ലെവൽസ് എന്ന് പറയുന്നത് 25,710 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,625 സെക്കൻഡ് ടാർഗറ്റ് വരിക 25,510 20 ലെവലിലോട്ട് മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. നമുക്കിപ്പം തിങ്കളാഴ്ചത്തെ ഇൻട്രാഡേ ലെവൽസിലോട്ട് പോവാം. തിങ്കളാഴ്ച നാരോ CPR ആണ് 25,759 തൊട്ട് 832 വരയ്ക്കാണ്. ഏകദേശം 70 പോയിന്റിൻ്റെ CPR ആണ്. ചെറിയൊരു വൈഡ് CPR ആണ്. മാർക്കറ്റ് ചിലപ്പോൾ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റിനുള്ള സാധ്യതയുണ്ട്. ഒരു റേഞ്ച് ബൗണ്ടാണ്, കാരണം മാർക്കറ്റ് കൺസോൾട്ടേഷൻ ഏരിയയിലാണ്. നമ്മൾ നേരത്തെ ഡേ ക്യാൻഡിൽ കണ്ടതുപോലെ തന്നെ ഈ ഒരു ലെവലിൽ ഒരു ഡബിൾ ബോട്ടവും ഒരു ഡബിൾ ടോപ്പും ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഡബിൾ ബോട്ടത്തിലാണ്. മാർക്കറ്റ് അവിടെ ഒന്ന് ചിലപ്പോൾ കൺസോൾട്ടേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. 25,600-700 ലെവലിനിടയ്ക്ക് ചിലപ്പം മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അവിടെ നിന്ന് വരും ദിവസങ്ങളിൽ ഒരു ഡിസിഷൻ എടുത്തിട്ട് മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. എങ്കിലും കൃത്യമായിട്ട് ഇൻട്രാഡേ ലെവൽസ് നോക്കുക. മാർക്കറ്റ് താഴോട്ട് പോയാലും 655-500 ലെവലിലോട്ടൊക്കെ പോയാലും അവിടെ നിന്നൊരു പുൾ ബാക്കിനുള്ള സാധ്യത മാർക്കറ്റിൽ എപ്പോഴും ഉണ്ടാവും. സ്ട്രോങ് ബ്രേക്കൗട്ട് കിട്ടണം. വൈഡ് CPR ആണ്. ഏറ്റവും മുകളിൽ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് വരുന്നതെങ്കിൽ 25,655 25,638 ലെവല് നോക്കുക. അത്രയും വലിയൊരു ഗ്യാപ്പ് ഡൗണിനുള്ള സാധ്യത കാണുന്നില്ല. 655 730 ഒരു 100 പോയിന്റിന്റെ ഗ്യാപ്പ് ഡൗൺ എങ്കിലും വന്നാലേ ഇവിടെ വരത്തുള്ളൂ. എങ്കിലും വലിയൊരു ഗ്യാപ്പ് ഡൗണിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലോട്ട് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. ഒരു 90% മാർക്കറ്റ് CPRലോട്ട് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. 25,757 25,776 ആയിരിക്കും ടാർഗറ്റ്. അതായത് വലിയൊരു ഗ്യാപ്പ് ഡൗൺ വരികയാണെന്നുണ്ടെങ്കിൽ 25,655-നും 25,638-നും ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഡൗൺ വരികയാണെന്നുണ്ടെങ്കിൽ 25,757 776-ലോട്ട് മാർക്കറ്റ് കയറാൻ സാധ്യതയുണ്ട്. ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ CPR സ്ട്രോങ് ആണ്, വൈഡ് CPR ആണ്. തൊട്ട് മുകളിൽ 25,857 25,879 ശ്രദ്ധിക്കുക. മാർക്കറ്റ് ഇവിടെ നിന്നൊരു റിജക്ഷൻ സാധ്യത ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഒരു ലോയ്ക്ക് താഴെ മാർക്കറ്റ് മുകളിലോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ആക്ഷൻ അനുസരിച്ച് ഈ ഒരു ലോയ്ക്ക് താഴെ അടുത്തൊരു ഈ ഒരു ഹൈക്ക് താഴെ അടുത്തൊരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഈ ഒരു ഏരിയയിലായിരിക്കും. ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും താഴോട്ടൊരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുള്ളത്. 25,850 870 ലെവൽസിൽ മാർക്കറ്റ് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ബൈ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നവർ. ഏറ്റവും താഴത്തെ സപ്പോർട്ട് എന്ന് പറയുന്നത് 25,571 25,553 ആണ് ഏറ്റവും താഴത്തെ സപ്പോർട്ട് വരുന്നത്. ഒരു ലോ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയും ഇവിടെയാണ്. ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത 500-550 ലെവൽസിൽ ഉണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാകും. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.